പറയണില്ലോ അമ്മച്ചി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് അച്ഛൻ ഇവിടെ ഒന്ന് തിരിയെത്തിക്കാൻ അവിടെ പറഞ്ഞു, ബാക്കി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 12 വെള്ളിയാഴ്ച വന്നിട്ട് കുറഞ്ഞില്ല. വീണ്ടും ഞാൻ പറഞ്ഞു ഒന്നോടെ വാ ഇവിടെ നിന്ന് നോവേനയും കൂടി അച്ഛൻ്റെ വെള്ളം തളിക്കണം, അതൊക്കെ ഒന്ന് നിർത്തിയാടിയ എന്നാണേലും അത് പൊക്കോളും എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇപ്പം ചുമയൊന്നുമില്ല, സുഖമായിട്ട് നടക്കുന്ന, ഒരു കുഴപ്പമില്ലാതെ, ഒരു ചുമ പോലുമില്ല. പിന്നെ എൻ്റെ കുഞ്ഞിനെ ഇവിടെ മോൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവന് ഭയങ്കര കരച്ചിലായിരുന്നു. അതുപോലെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പം ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് നടക്കുന്നു. പിന്നെ എനിക്ക് എൻ്റെ ബൈബിൾ പോയായിരുന്നു. ബൈബിൾ ഇല്ലാത്ത സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ എനിക്കൊരു ബൈബിൾ ഇല്ലല്ലോ, ഞാൻ എവിടെ ചെന്ന് മേടിക്കും. അപ്പം അത് കുത്തുവിട്ട് അപ്പടി പോയി. എന്നാലും എനിക്കത് വലിയ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഇവിടെ അടച്ചുകൊണ്ടിരുന്നപ്പോൾ കൊച്ചു വർക്കിന് പോയ സമയത്ത് ആ വീട്ടിൽ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പൊതി കൊണ്ടുവന്ന് കൊച്ചിൻ്റെ കയ്യിൽ അവിടെ ഉള്ളവർ കൊടുത്തു. അപ്പോൾ കൊച്ചത് തുറന്ന് നോക്കിയില്ല, കടയിൽ ചെന്ന് തുറന്ന് നോക്കി ബൈബിളാണ്. അപ്പോൾ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, അമ്മച്ചിക്ക് ഒരു സാധനം ഞാൻ തരാം എന്നും പറഞ്ഞ് ആ ബൈബിൾ എനിക്ക് കൊണ്ടുപോയി തന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് വീട്ടിൽ മാതാവ് തന്നു. ഈശോയ്ക്ക് അമ്മയ്ക്ക് 1000 നന്ദി. കരോടിച്ച് ഈശോയ്ക്ക് എന്ന് പറയാൻ കുറേ അനുഗ്രഹങ്ങളാണ്. സ്ഥലവും വീടും കൊച്ചിൻ്റെ അലർജിയും ഇങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ മാതാവ് വഴി കിട്ടി. എല്ലാത്തിനും ദൈവം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് സിനി.